അമ്മ ഇലക്ഷനിലേക്ക് പോവുകയാണ്. താരസംഘടനയാണ്. വലിയ കോലാഹലങ്ങൾക്ക് പിന്നാലെയാണ് ഇലക്ഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ ഇലക്ഷൻ നടക്കും. മുമ്പ് താരങ്ങൾക്കിടയിൽ തന്നെ ഒരു സ്ഥാനം ആര് ഏറ്റെടുക്കുമെന്നുള്ളതിലൊക്കെ ഒരു തർക്കമുണ്ടായിരുന്നു. അപ്പോൾ മോഹൻലാലൊന്നും ഈ പറയുന്ന സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ല. പക്ഷേ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും? പുതിയ ഭാരവാഹികൾ ആരൊക്കെ ആയിരിക്കും? എങ്ങനെ അതിൻ്റെ മാറ്റം എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്ന് സാറിന് എങ്ങനെ തോന്നുന്നു? ഞാൻ നേരത്തെ ഇതേ ചാനലിൽ അമ്മയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേട്ടു. ബാബുരാജിനെ പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് ഫെഫ്കയിൽ വിളിച്ചിട്ട് പരാതി പറഞ്ഞു. ഫെഫ്കയുടെ ഒരു പ്രതിനിധി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? ഞാൻ വീണ്ടും വീണ്ടും ആ വീഡിയോ കേട്ടിട്ട് എന്താണ് ഞാൻ പറഞ്ഞ തെറ്റ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്ക് പിന്നെയും മനസ്സിലായില്ല. ഞാനൊരു തെറ്റ് ചെയ്തു, അതിനകത്ത് ബാബുരാജിൻ്റെ പേര് പറഞ്ഞിരുന്നില്ല. ബാബുരാജ് മിടുക്കനാണെന്നോ ബാബുരാജ് സംഘടനാശേഷിയുള്ള ആളാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആ വിളി വരുമായിരുന്നില്ല. ഇപ്പോൾ ഞാൻ പറയുന്നു, ബാബുരാജ് മിടുക്കനാണ്, സംഘടന നടത്തിക്കൊണ്ടുപോകാൻ കഴിവുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം അധികാരത്തിലേക്ക് വരട്ടെ. ഇനി ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ചുരുക്കം അധികാരമോഹികളേ ഉള്ളൂ അമ്മയിൽ, വളരെ ചുരുക്കമേ ഉള്ളൂ. പലർക്കും ഇതൊരു ഭാരമായിട്ടാണ് തോന്നുന്നത്. ശരിയാണ്, സംഘടനയെ നയിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഭാരപ്പെട്ട പണി തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും വേണം. അവിടെ താരങ്ങളായതുകൊണ്ട് അതുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവരെ നയിക്കാൻ മോഹൻലാലിനെ പോലെ ഒരാൾ വേണം, അല്ലെ മമ്മൂട്ടിയെ പോലെ ഒരാൾ, ഇന്നസെൻറ്റിനെ പോലെ ഒരാൾ വേണമായിരുന്നു. അദ്ദേഹം പോയി. പിന്നെ ആ നേതൃനിരയിലേക്ക് വരുന്നയാൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ചില പേരുകളുണ്ട്. അതിലെൻ്റെ വളരെ അടുത്ത സുഹൃത്തും ആത്മാർത്ഥ സ്നേഹിതനുമായ വിജയരാഘവൻ. ഞാൻ നേരത്തെ ആലോചിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് വിജയരാഘവൻ ആ സ്ഥാനത്തേക്ക് വന്നാൽ ഇവരെപ്പോലെ തന്നെ സ്വീകാര്യനാണ്, എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ആളാണ്. പിന്നെ കുഞ്ചാക്കോവൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടതാണ് കേട്ടോ, അവരുമായിട്ടൊന്നും സംസാരിച്ചതല്ല. കുഞ്ചാക്കോവനെ സംബന്ധിച്ചിടത്തോളം നല്ല സാത്വികനായ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, എല്ലാവർക്കും സ്നേഹമാണ്. പക്ഷേ ഒരു സീനിയോറിറ്റിയുടെ പ്രശ്നമൊക്കെ ചിലപ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. ഇപ്പോൾ ഒരു നേതൃസ്ഥാനത്ത് വരുന്നയാൾ അങ്ങനെ സീനിയർ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ളവരുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് വിജയരാഘവൻ വരണമെന്നാണ്. കാരണം എല്ലാവരെയും ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സഹാനുഭൂതിയോടെയും സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്. ധാർഷ്ട്യമൊന്നുമില്ല. പിന്നെ പ്രസിഡന്റ് സ്ഥാനമാണ് ഈ പറയുന്നത്. പിന്നെ ഒരുപാട് പോസ്റ്റുകളുണ്ടല്ലോ. സെക്രട്ടറി ഉണ്ട്, ട്രഷററുണ്ട്, ജോയിൻറ്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. അതിനൊക്കെ ആളുകൾ വരട്ടെ. എന്തായാലും ഈ അമ്മയിൽ കൂട്ടയടി എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. അമ്മയിൽ അങ്ങനെ അടിയുണ്ടാക്കാൻ ആരും തയ്യാറായിട്ടുമില്ല. പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ജനറൽ ബോഡിയിൽ ആണല്ലോ. നമുക്ക് ഒരു സംഘടനയുടെ അംഗങ്ങൾ അവരുടെ അഭിപ്രായ പ്രകടനം നടത്തുന്ന ജനറൽ ബോഡിയായിരിക്കും. അത് ചിലപ്പോൾ അവിടെ ദേഷ്യമുണ്ടാകും, ഒച്ചപ്പാടുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ജനറൽ ബോഡി നടക്കുമ്പോൾ മാധ്യമങ്ങളെ അകത്തേക്ക് കയറ്റില്ല, അല്ലെങ്കിൽ പുറത്തു നിന്നാരും പാടില്ല, അംഗങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നു. കാരണം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ പാടില്ല. ഞാൻ ചെയ്ത വീഡിയോയിൽ അവിടെ സംഭവിച്ച ഒരു കാര്യം ഞാൻ പുറത്ത് പറഞ്ഞു എന്നുള്ളതാണ് വിഷയം. അത് ഞാൻ ആ ജനറൽ ബോഡിയിൽ പങ്കെടുത്തുകൊണ്ടല്ല, ആ ജനറൽ ബോഡിയിൽ പങ്കെടുത്ത ഒരു വ്യക്തി എനിക്ക് മൊബൈലിൽ കാണിച്ചു തന്നതാണ്. അങ്ങനെയാണ് ഞാനത് പറഞ്ഞത്. അത് ഞാൻ മോശപ്പെടുത്തിയല്ല പറഞ്ഞത്. കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുന്ന കുഞ്ഞിക്കൃഷ്ണനോ ആ ഒരു നടൻ, എന്നാൽ താൻ കേസ് കൂടുക എന്ന് പറയുന്ന പടത്തിൽ ജഡ്ജായിട്ട് അഭിനയിച്ച ആ നടൻ നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റായ കാര്യമൊന്നും ആയിരുന്നില്ല. അദ്ദേഹം മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല. അതാണ് അവരെ പ്രകോപിപ്പിച്ചത്. എന്തുമായിക്കൊള്ളട്ടെ. അതുകൊണ്ടാണ് ജനറൽ ബോഡിയിലേക്ക് ആരെയും കയറ്റരുത് എന്ന് പറയുന്നത്. ജനറൽ ബോഡിയിൽ ഇപ്പം മോഹൻലാൽ ബൈജു സന്തോഷിനോട് ദേഷ്യപ്പെട്ടു എന്ന് പറയും. ബൈജു സന്തോഷ് വളരെ തമാശയോടെ ഒരു പ്രസംഗം കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. ഈ തമാശ പറയുന്ന സാഹചര്യം ഏതാണെന്ന് നോക്കണം. ഒരാളാകപ്പാടെ ടെൻഷനായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ടെമ്പർ ലൂസായിരിക്കുന്നൊരവസ്ഥ, മനസ്സിലായോ? ആ സമയത്ത് തമാശ പറഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. തമാശയാണ് പറയുന്നതെന്ന് കേൾക്കുന്നയാൾക്ക് മനസ്സിലായാലും ആ കേൾക്കുന്നയാളുടെ മാനസികാവസ്ഥ മറ്റൊന്നാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അലൻസിയർ ഇതുപോലെ ഒരിക്കലും ഒരു രംഗം നോക്കാതെ പ്രവർത്തിച്ചു. നമ്മൾ തമാശ പറയുമ്പോഴും എന്ത് കാര്യം പറഞ്ഞാലും രംഗബോധമുണ്ടായിരിക്കണമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം. അതവിടെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് മോഹൻലാൽ ദേഷ്യപ്പെടുന്നത്. മോഹൻലാൽ ആത്യന്തികമായി അങ്ങനെ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുമല്ല. ഇപ്പോൾ തന്നെ
മീഡിയയുടെ മൈക്ക് മൂക്കിൽ കൊണ്ടിട്ടോ കണ്ണിൽ കൊണ്ടിട്ടോ ഒന്നും എന്താ മോനെ ഇത് എന്ന് ചോദിച്ചാൽ അതിനപ്പുറത്തേക്കില്ല. അങ്ങനെ എന്താ പറയുക, നന്മയുടെ സ്വരൂപം എന്ന് വേണമെന്ന് പറയാവുന്ന ഒരാളാണ് മോഹൻലാൽ. അദ്ദേഹം എന്തുകൊണ്ട് ഞാൻ ഈ പ്രസിഡന്റ് സ്ഥാനം ഇനി ഇല്ല എന്ന് പറയുന്നത്, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അവർ കൂടി തിരഞ്ഞെടുത്തു. അതിനുശേഷം 2 മാസത്തിനകം രാജിവെക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായി. പലരും കുറ്റപ്പെടുത്തി എന്തിന് രാജിവെച്ചു. രാജിവെച്ചത് ബാക്കിയുള്ളവരോടുള്ള ഒരു അനുഭാവം പ്രകടിപ്പിച്ചതായിരിക്കാം. അപ്പോൾ വീണ്ടും ആ 2 മാസം കഴിഞ്ഞ് രാജിവെച്ച് ഒരു അഡ്ഹോക് കമ്മിറ്റി ഇപ്പം ഭരിക്കുന്നു. വീണ്ടും അതേ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നാളെ മീഡിയയോ അല്ലെങ്കിൽ ജനങ്ങളോ എന്ത് പറയുമെന്നുള്ള ഒരു ആശങ്ക ഉണ്ടാകും മോഹൻലാൽ. ശരിക്കും മോഹൻലാൽ അങ്ങനെ ഒരു ആശങ്കയുടെ കാര്യമുണ്ടോ? മോഹൻലാൽ കാരണം എന്തിനാണ് പിന്നെ രാജിവെച്ചത്? നേരത്തെ എന്തിനാണ് രാജിവെച്ചതെന്നൊരു ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചാൽ ഇദ്ദേഹം എന്ത് പറയും? പറയാൻ മറുപടിയില്ലല്ലോ. ശരിയല്ലേ? സിദ്ദിഖിന് നേരെ വരുന്ന ആരോപണത്തിന്റെ പേരിൽ സംഘടന ഒന്നാകെ ആ നേതൃത്വം മൊത്തത്തിൽ മാറുന്നതായിട്ടാണ് അവിടെ കണ്ടത്. സിദ്ദിഖിന് നേരെ ആരോപണം ഉണ്ടായാൽ എന്തിന് പ്രസിഡന്റ് രാജിവെക്കണം? സിദ്ദിഖ് രാജിവെച്ചു, സിദ്ദിഖ് മാറി, പകരം അവിടത്തേക്ക് ഒരാളെ കൊണ്ടുവന്നാൽ പോരെ? ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവന്നാൽ പോരെ? അതിനെന്തിനും കൂട്ടായി രാജിവെക്കണം? ആ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചാൽ ഇവർക്ക് മറുപടി പറയാനുണ്ടാവില്ല. അതൊരു റീസണാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാവരും ഒന്നടങ്കം രാജിവെച്ചു. ആ രാജിവെച്ച ആൾ തന്നെ വീണ്ടും പ്രസിഡൻ്റായി വരുമ്പോൾ ഇത് രാഷ്ട്രീയക്കാരല്ലല്ലോ. ഇപ്പം നിലമ്പൂർ രാജിവെച്ച അൻവർ വീണ്ടും മത്സരിക്കാൻ വരുന്നു, ആരും ചോദിക്കാൻ പോകുന്നില്ല. എന്നാൽ പിന്നെ രാജിവെക്കണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. ഇതേ ചോദ്യം ഇവിടെ ചോദിച്ചാൽ ഇവർ ശരിക്കും അങ്ങനെ സംഘടനാ നേതാക്കളായി വരാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരോ അല്ലല്ലോ. ശരിക്കും മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അതുല്യ നടനാണ്. ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്ത് വന്നു പോയെന്നല്ലാതെ അങ്ങനെ അത് നടത്തിക്കൊണ്ടു പോകുക, അതൊരു ഭാരമായിട്ട് തല ചുമക്കേണ്ട ആളല്ല. അത് അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ അതിന് ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കാൻ പ്രാപ്തിയുള്ളവരോ വരട്ടെ എന്നായിരിക്കും മോഹൻലാൽ ഉദ്ദേശിച്ചത്. പിന്നെ അതിൽ പറഞ്ഞു കേൾക്കുന്നത്, ഞാനിവിടെ ജനറൽ ബോഡിയിൽ പങ്കെടുത്ത ആളല്ല, ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ, ഞാൻ ഈ മാധ്യമപ്രവർത്തകന് അയാളെ വിളിക്കാൻ പോലും എനിക്ക് അറപ്പാണ്. അങ്ങനെ ഒരാൾ ഒരു വീഡിയോ ചെയ്തു, ജോസ് തോമസ് എന്താ അവിടെ പോയി ജനറൽ ബോഡിയിൽ സംഭവിച്ചത് കണ്ടിട്ടാണോ അതെല്ലാം പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കേട്ടത് വെച്ച് പറയുകയാണ്, യുവതലമുറയിൽ പലരും സംഘടനയിൽ അംഗങ്ങളാവുന്നില്ല, മാത്രവുമല്ല അതിൻ്റെ ജനറൽ ബോഡിയിലേക്ക് പോലും വരുന്നില്ല. അത് ഈർഷ്യയുണ്ടാക്കും. എല്ലാവരും ഒരു കൂട്ടായ്മയാണല്ലോ. സംഘടന എന്ന് പറയുന്നത് എന്തിനാണ് ഉണ്ടാക്കുന്നത്? അതിലെല്ലാവരും ഒരേ നിലവാരത്തിലുള്ളതോ ഒരേ പദവിയിൽ നിൽക്കുന്നവരോ അല്ല. അഭിനയത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. സൂപ്പർ സ്റ്റാറുണ്ട്, മെഗാസ്റ്റാറുണ്ട്, സാധാരണ സ്റ്റാറുണ്ട്, ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന, വലിയ വേഷങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊരു താങ്ങ് തണലുമായിട്ടാണ് സംഘടന. 450-ലധികം അംഗങ്ങളുള്ളവരിൽ 150 പേര് കൈനീട്ടമെന്ന് പറയുന്ന ആ പണം മേടിക്കുന്നുണ്ട്. പലരും അത് മാസം തോറും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അത് നഷ്ടമാവരുത്. അപ്പോൾ ഈ പുതിയ തലമുറയിലുള്ളവർക്ക് സംഘടന വേണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ ഇതിനൊക്കെ അതീതരാണ് എന്ന് പറയുന്നൊരു ഭാവമാണോ? അല്ലെ സംഘടന കൊണ്ട് ഞങ്ങൾക്ക് എന്താ പ്രയോജനം എന്ന് ചിന്തിക്കുന്നതാണോ? സർ, ഒരു സംശയം ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. മലയാളത്തിലെ നടീനടന്മാരുടെ എണ്ണം, ചെറുതും വലുതുമായ നടീനടന്മാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ 450 ഒതുങ്ങില്ലല്ലോ. അത് 1000-ഓ 2000-ഓ ഒക്കെ കടന്നു പോകില്ലേ? പക്ഷേ അങ്ങനെ അപ്പോൾ സംഘടന എന്ന് പറയുന്ന അസംഘടിതരെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാവണ്ടേ? അപ്പോൾ ഈ സംഘടന കുറച്ചുകൂടി വിപുലമായിരിക്കണ്ടേ എന്നൊരു ചോദ്യം വരില്ല? സംഘടനയിലേക്ക് നിർബന്ധിച്ച് മെമ്പർഷിപ്പ് എടുപ്പിക്കാൻ പാടില്ലല്ലോ. ഇല്ല, പക്ഷേ എല്ലാവരും ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ്. അല്ല, ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടും എന്തുകൊണ്ടാണ് നടന്മാരോ നടിമാരോ വരാത്തത്? എന്തുകൊണ്ടാണ്? അതല്ലേ ചോദ്യം. അതെ, അത് വരാത്തത് ഞങ്ങൾക്ക് ഈ സംഘടന കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, വേണ്ട, ഞങ്ങളല്ലാതെ തന്നെ ഞങ്ങൾ സിനിമ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് യൂണിയൻ പോലെയല്ല ഇത്. ഇവിടെ അമ്മയിൽ മെമ്പർ അല്ലെങ്കിലും ആർക്കും എവിടെ അഭിനയിക്കാം. അമ്മയിൽ മെമ്പർ അല്ലാത്തവരുടെ പോലും പ്രതിഫലം കിട്ടാത്തത് അമ്മ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അതെ, അതെനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെയും ബലമായി പിടിച്ചുകൊണ്ടുവന്ന് മെമ്പർഷിപ്പ് എടുക്കുന്നില്ല. വരാൻ താല്പര്യമുള്ളവർ വരട്ടെ, ചിലർക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയുമോ? കഴിയില്ല. മെയിൻ താരങ്ങൾക്കേ പറ്റുള്ളൂ. അത് തന്നെ 6 സിനിമയിലോ ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തവർക്ക് മാത്രമാണ് മെമ്പർഷിപ്പ് കൊടുക്കുക. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേറെ അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ജോലിയുടെ ഭാഗമാണല്ലോ.
അതെ, തൊഴിലാളി അത് തൊഴിലാളി സംഘടനയാണ്, അങ്ങനെയാണ് വേണ്ടത്. ഇതങ്ങനെയല്ല. ഇത് അഭിനേതാക്കൾ എന്ന് പറയുന്ന വേറൊരു ജനസിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരുടെ സംഘടന അത് നന്നായി പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. വളരെ നല്ല നേതൃത്വം ഉണ്ടാവണം. വിജയരാമനെ പോലുള്ളവർ വരട്ടെ, ശക്തമായി ആ സംഘടന കൊണ്ടുപോകട്ടെ. പുതിയ തലമുറയിലുള്ള ആളുകളും അതിൽ അംഗത്വം എടുക്കട്ടെ. അവർക്ക് താങ്ങും തണലുമായിട്ട്, അവർക്ക് താങ്ങും തണലുമല്ല, അവർ പഴയകാല നടീനടന്മാർക്ക് താങ്ങും തണലുമാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് സിനിമയില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് അവരൊരു തണലാവട്ടെ. അതായിരിക്കണം പുതിയ തലമുറയിൽ ചിന്തിക്കേണ്ടത്. ഈ പുതിയ തലമുറയ്ക്ക് നാളെ വയസ്സാകും, പ്രായമേറും, അവർക്ക് സിനിമയില്ലുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ പണം ഉണ്ടാവും, ഇന്ന് നന്നായി പണം മേടിക്കുന്നതുകൊണ്ട് പണമൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കൂട്ടായ്മയുടെ, ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം അപ്പോഴേ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് സംഘടന നല്ലതാണ്, സംഘടന കൊണ്ട് ശക്തരാകുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.